ദൈവം തന്നിട്ടുള്ള ഓരോ നന്മകൾക്കുമായിട്ട് നന്ദി പറഞ്ഞു തുടങ്ങുമ്പോൾ അത് വർദ്ധിക്കുവാനിടയായിത്തീരും. ദൈവം നിരവധി നന്മകൾ തന്നിട്ടില്ലേ? ഈശോയുടെ കൈകളിലേക്ക് 5 അപ്പവും 2 മീനും കൊടുത്തപ്പോൾ വലിയൊരു സമൂഹം മുൻപിലുണ്ടായിരുന്നു അല്ലേ? അവർക്ക് ഭക്ഷണത്തിന് 5 അപ്പവും 2 മീനും കൊണ്ട് എന്താകും? പക്ഷെ ഈശോ എന്താ ചെയ്തത്? ആ ലഭിച്ച 5 അപ്പത്തെയും 2 മീനിനെയും എടുത്ത് കർത്താവ് കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ പിതാവായ ദൈവത്തിന് മഹത്വം നൽകി. ഞാനിപ്പോൾ നിൽക്കുന്നത് ഹൈഡിലാൻഡ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഇത് കുറേ രാജ്യങ്ങളുടെ ഒരു ബോർഡർ പ്ലേസ് ആണ്. സ്വിറ്റ്സർലൻഡ്, ഓസ്ട്രിയ, ലിechtenstein, ജർമ്മനി. അപ്പം ഇവിടെ ഒരുപാട് ബെനഡിക്റ്റൻ മങ്സ് കുറേ വർഷം അവർ ഫാമും ശുശ്രൂഷകളൊക്കെ ഇരുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ അവരിൽ പലരും പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രതിസന്ധിയുടെ കാലഘട്ടങ്ങളിലൊക്കെ അവർ ഈശോ ഇങ്ങനെ 5 അപ്പവും 2 മീനും വർദ്ധിപ്പിച്ച ആ ഒരു മെസ്സേജ് ഉണ്ടല്ലോ, ആ ഒരു കാര്യം, ആ ഒരു മിറക്കിൾ, അതിനെ ധ്യാനിച്ചുകൊണ്ട് ഇവർ യുദ്ധങ്ങളൊക്കെ നടന്നിരുന്ന സമയങ്ങളൊക്കെ ദൈവത്തോട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ലഭിച്ച, അല്ലെങ്കിൽ അവൾക്കുള്ളത് എന്താണോ അതിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ നന്മകളും അനുഗ്രഹങ്ങളും അവർ ചെയ്തുകൊണ്ടിരുന്ന ഓരോ ശുശ്രൂഷകളിലും അവരുടെ ഓരോ ബിസിനസ്സിലും അവർ ചെയ്ത ഫാമിങ്ങിനകത്തൊക്കെ കടന്നു വരുവാനിടയായി തീർന്നു. ഇവിടെ പശു ഫാം ഉണ്ടായിരുന്നു, ആടുകളുടെ ഫാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ബ്ലസ്ഡായി, അതെല്ലാം അനുഗ്രഹിച്ച് ദൈവം അതിനെ വർദ്ധിപ്പിച്ചു. അത് ഈ രാജ്യത്തിന് ഇവരുടെ ഈ ബിസിനസ്, ഈ നന്മകളൊക്കെ അത് അനേകർക്ക് നന്മകൾക്ക് കാരണമായി തീർന്നു. അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ലഭിച്ച നന്മകൾക്കായിട്ട് നമ്മൾ നന്ദി പറഞ്ഞ് തുടങ്ങുമ്പോഴാണ് ദൈവത്തിൻ്റെ അനേക നന്മകൾ നമുക്ക് അനുഭവിക്കുവാൻ ഇടയായിത്തീരുന്നത്. പലപ്പോഴും നമുക്ക് തന്ന കാര്യത്തിന് നമ്മൾ നന്ദി പറയാതെ നമ്മൾ തരാത്ത കാര്യത്തെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുകയും, അതാണ് പിശാചിന്റെ തന്ത്രം. നമ്മളെ വിഷമിപ്പിക്കും, മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തും. നമ്മൾ ചുമ്മാ പ്രകൃതിയിലോട്ടൊന്ന് നോക്കിക്കേ. എൻ്റെ പിന്നിൽ കാണുന്ന ഈ മനോഹരമായ മൗണ്ടൻസ്, നമ്മുടെ നാട്ടിലാണെങ്കിലും വാഗമണിലും അല്ലെങ്കിൽ കൊടൈക്കനാലിലും ഒക്കെ എവിടെ, അതുമാത്രം നിങ്ങളുടെ വീടിന് ചുറ്റും ഒന്ന് ചിന്തിച്ചൊന്ന് ആകാശത്തോടെ നോക്കിക്കേ. ഇത്ര മനോഹരമായിട്ട് ദൈവം ഇതിനെയൊക്കെ നിർമ്മിച്ചേക്കുന്നല്ലേ. വചനം പറയുന്നുണ്ട്, ദൈവമില്ലെന്ന് മൂഢൻ പറയുന്നു. കാരണം ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ഇത് സൃഷ്ടിച്ച ദൈവത്തിന്റെ ആ സൃഷ്ടി വൈഭവത്തെ, ആ ഒരു ദൈവത്തിന്റെ മനോഹാരിതയെ പ്രപഞ്ചം തന്നെ ഡിക്ലെയർ ചെയ്യുകയാണ്. ഒരു പൊട്ടിത്തെറിയിലൂടെ ഉണ്ടായെന്ന് പറയുന്നത് അത് ഒരു മൂഢനാണ്. അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഒരു ബിഗ് ബാങ് തിയറി നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തന്നെ ആ ബിഗ് ബാങ്ങിന് പിന്നിൽ ഒരു കരം പ്രവർത്തിച്ചിട്ടുണ്ട്. അത് നമുക്ക് പ്രപഞ്ചത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണുവാൻ ഇടയായി തീരും. ആ ദൈവം നിന്റെ കൂടെയുണ്ട്, ആ ദൈവം നിന്നോടൊപ്പമുണ്ട്, നിന്റെ ഉള്ളിൽ വസിക്കുന്നു. ആ ദൈവം സ്നേഹമാകുന്നു. ആ സ്നേഹമാകുന്ന ദൈവത്തെ ആത്മാവിന്റെ ശക്തിയിൽ തിരിച്ചറിയുവാൻ ഇന്ന് സ്വർഗം വിളിക്കുകയാണ്. അപ്പം നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും പറ്റത്തില്ലാത്ത ചില അവസ്ഥ, എന്താണ് ഞാനിങ്ങനെ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ജീവിതത്തിൽ ഈ ഒരു അവസ്ഥ എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നെങ്കിൽ ഇതിന് നടുവിൽ നിന്ന് ഉള്ള നന്മകൾക്കായിട്ട്, തന്നതിനായിട്ട് നമ്മൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ കുരിശിൽ നിനക്കായി ബലിയായവന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഇടയായിത്തീരും. ജോസഫിന് ഒന്നുമില്ലായിരുന്നു, പക്ഷെ ജോസഫിന്റെ കൂടെ കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. വചനത്തിൽ പറയുന്നു, അവന് ശ്രേയസ്സുണ്ടായി. ഞാൻ വിശ്വസിക്കുന്നു ജോസഫ് പ്രതിസന്ധികൾക്ക് നടുവിൽ വിശ്വാസം കൈവിടാതെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവസാന്നിധ്യം ജോസഫിന് അനുകൂലമായി പ്രവർത്തിക്കാൻ തുടങ്ങി. ഇതേ ദൈവസാന്നിധ്യം നമ്മൾക്കും അനുകൂലമായി പ്രവർത്തിക്കും. പ്രാർത്ഥിക്കാം, പ്രത്യാശിക്കാം, ദൈവത്തിൽ വിശ്വാസം അർപ്പിച്ച് മുൻപോട്ട് പോകാം. ഗോഡ് ബ്ലസ് യു. കീപ് us also in prayers. പരസ്പരം പ്രാർത്ഥിക്കാം. ഇവിടെയുള്ള മങ്സ് അച്ഛന്മാർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണം കേട്ടോ. നമുക്കെല്ലാവർക്കും ശുശ്രൂഷകൾ കർത്താവ് ഒരുക്കിയിരിക്കുന്ന ഈ വൈദികര്, അവരുടെ ജീവിതം അവർ കർത്താവിന് വേണ്ടി സമർപ്പിച്ചതാണ്. അവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കാം. പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഓർത്ത് പ്രാർത്ഥിക്കണം. ആവേ മരിയ. ഗോഡ് ബ്ലസ് യു.